വന്നപ്പോൾ അതുപോലെ മൾട്ടിപ്പിൾ സ്ലീപ്പിംഗ് പിൽസും കനാബിസിന്റെ ഇൻഫ്ലുവൻസിലാണ് ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് അവൻ എന്നെ ബ്ലീഡ് ചെയ്യിപ്പിച്ചത്. കൂട്ടത്തിലോർത്തൻ ചങ്ക് കീറി ചോര ഒലിപ്പിച്ച് നിൽക്കുന്ന കണ്ടാലും തനിക്ക് നോവില്ല. പക്ഷെ തന്റെ മുന്നിൽ വെച്ച് ഈ കൊലയാടി മോന്റെ രോമത്തെ തൊട്ടാൽ തനിക്ക് നോവും. സിന്തറ്റിക് ഡ്രഗ് യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് അയാള് ഫാൻസിനോടൊക്കെ എപ്പോഴും പറയാറുള്ളത്. അയാൾ യൂസ് ചെയ്തിരുന്നു. അത് അയാൾ യൂസ് ചെയ്തിരുന്നു. ഞങ്ങള് ഇനി ഒരെണ്ണം ഇരുത്തി വലിച്ചേ. ശരിക്കിരുത്ത് ചങ്കി ചെല്ലട്ടെ. സിന്തറ്റിക് ഡ്രഗ് എടുത്തിട്ട് നെക്സ്റ്റ് ഡേ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് എന്റെ ഫ്രണ്ടിന്റെ അടുത്ത് സെക്ഷൽ അഡ്വാൻസസ് നടത്തിയത്. നേരത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. പേടി പോടാ. കൊറേ ചീത്ത പറഞ്ഞു. നീ എന്നെ പഴച്ചവനാക്കുവാണ്, നീ ഭയങ്കര ടോക്സിക് ആണ്, നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകളുടെ അടുത്ത് സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത്. താടിയില്ലാത്തതുകൊണ്ട് എന്റെ ഫാൻസിനെ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. കള്ളും കഞ്ചാവും പോട്ടെ, ഒരു കാലി ചായ പോലും അവന്മാർ എനിക്ക് വാങ്ങി തരുന്നില്ല. അവൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഒരുപാട് കാശിട്ടാണ്, ഞാൻ ജമൈക്കയിൽ നിന്ന് കുറെ പെൺപിള്ളേരെ ഇറക്കുമതി ചെയ്യും, എന്നിട്ട് അവരെ പിടിച്ചോണ്ട് നടക്കും. ഇതാണ് അന്നദാന രേഖ. ഞാൻ എന്താ കാക്കാനില്ല. ഇതാണ് ഒരു കൈ. യൂണിഫോം ഇല്ലാതെ നിൽക്കണോ? അയ്യേ, ചെറിയ അയ്യെന്നും പറഞ്ഞാ പോരാ. പൂവാലന്മാരെണ്ണ പാന്റ് ഷർട്ടിട്ട് ദേവദാസ് സാറ് പെണ്ണുങ്ങളായിട്ട് തുള്ളി കഴിക്കുന്നേ. സ്ത്രീകളെ മൊത്തത്തിൽ കാണുന്ന അങ്ങനെയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം ഒരു കളിപ്പാട്ടം പോലെ കാണുന്നു, യൂസിങ് ആൻഡ് ത്രോയിങ് എന്നുള്ള രീതിയിലാണ്.